എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എൽഷദായ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത് 9ാം ക്ലാസ്സിലെ പാർട്ട് 1-ലെ 3ാമത്തെ ചാപ്റ്ററാണ്. ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന കർത്തവ്യങ്ങളും അവകാശങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ക്ലാസ് എടുക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ തന്നെയാണ്. കാരണം കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നിന്ന് ധാരാളം ക്വസ്റ്റ്യനുകൾ കേട്ടിട്ടിനായാലും PSC പരീക്ഷകൾക്കായാലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. വളരെ ശ്രദ്ധയോടെ ക്ലാസ്സുകൾ നിരീക്ഷിക്കുക. ഈശ്വര പ്രാർത്ഥനയോടെ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഈ പാഠം എടുക്കുന്നതോടുകൂടി തന്നെ ഇതോടൊപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PSC ലെവലിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യനുകൾ കൂടെ പറയുന്നുണ്ട്. കാരണം കേട്ടിട്ടിനായാലും ഏത് ഭാഗത്തു നിന്നെല്ലാം ക്വസ്റ്റ്യൻ വരുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ കൂടുതലും ടെക്സ്റ്റ് ബുക്കുകൾ തന്നെയാണ്, SCRT സിലബസിലെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക. എങ്കിലും അഡീഷണൽ ആയിട്ടുള്ള പോയിന്റുകൾ കൂടെ ഇതിൻ്റെ കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ക്ലാസ് ഇത്തിരി ലോങ് ആയി കഴിഞ്ഞാലും, കാരണം നമ്മൾ ഒരുപാട് പോയിന്റ്സ് ഒരു ക്ലാസ്സിൽ തന്നെ ഉൾക്കൊള്ളിക്കുന്നതുകൊണ്ടാണ് ക്ലാസ് പലപ്പോഴും ലോങ് ആവുന്നത്. ഞാനിത് പാർട്ടായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യത്തെ ഒരു പാർട്ട് നിങ്ങൾ കാണും, രണ്ടാമത്തെ പാർട്ട് നിങ്ങൾ കാണുകയില്ല. അപ്പോൾ ഒരൊറ്റ ക്ലാസ്സിൽ തന്നെ ഉൾക്കൊള്ളിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു കണ്ട വീഡിയോ വീണ്ടും എടുത്ത് ആ ഒരു പകുതി തൊട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ക്ലാസ് ഇടുന്നത്. കൂടുതൽ സമയമാണെങ്കിൽ നിങ്ങൾ പകുതി വീഡിയോ കാണുക, അതിനുശേഷം ബാക്കി പകുതി ഭാഗം കാണുക. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വായിക്കാറുണ്ട്. ഒരുപാട് സന്തോഷം. ക്ലാസ് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാവുന്ന അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായും ഇനിയും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ കാണുന്നത് എപ്പോഴും ഞങ്ങൾക്ക് വളരെ ഒരു സന്തോഷമാണ്. അതുപോലെ ഈ ക്ലാസ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തന്നെ കേട്ട് കഴിഞ്ഞാൽ അത്രയും കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയാണ്. എനിക്കിത് സ്പീഡിൽ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസം തന്നെ ചിലപ്പോൾ ഒരു 10 വീഡിയോ കാണുന്ന കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ ഈ 10 വീഡിയോ കൊണ്ട് 10 വീഡിയോയിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കുക പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പിന്നെയും മെമ്മറിയിൽ നിൽക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. അപ്പോൾ മിക്ക കുട്ടികളും ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിനെ അല്ല, ഈ യൂട്യൂബിലെ വീഡിയോസ് തന്നെ ആശ്രയിച്ച് പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. കാരണം പല ജോലിക്ക് പോകുന്നവരായാലും വീട്ടിലുള്ള ജോലികളായാലും അല്ലെങ്കിൽ കുട്ടികളെ നോക്കുന്നവരൊക്കെ ആയാൽ തന്നെ ഇങ്ങനെ മൊബൈലിനെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസ് ആശ്രയിച്ച് പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഒരുപാട് വീഡിയോസ് കാണുമ്പോൾ കാര്യങ്ങൾ നമുക്ക് വേണ്ട വിധത്തിൽ മെമ്മറിയിൽ നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. പലർക്കും റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾക്ക് ഒരുപാട് ടൈം പോകുന്നത് പോലെ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുന്നു, റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ എത്രയും മെമ്മറിയിൽ നിൽക്കാൻ ഉപകാരമായിരിക്കും. കാരണം ആ ഒരു വീഡിയോ തന്നെ നിങ്ങൾ ഒരു 100 ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് 100 ക്വസ്റ്റ്യനും ഓർമ്മയില്ലാതെ ഇരിക്കുന്നതിനേക്കാളും നല്ലതാണ് ഒരു 10 ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് ആ ഒരു 10 ക്വസ്റ്റ്യനും ഓർമ്മയിലിരിക്കുന്നത്. അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അത് നിങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഈ ഒരു പാഠത്തിൻ്റെ ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത് ആമുഖത്തെക്കുറിച്ചാണ്. ഭരണഘടനയിലെ ആമുഖത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ തന്നെയാണ്. ഇതിൽ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് പറയുന്നതോടൊപ്പം തന്നെ PSCയുമായും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യനും കൂടെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് കൂടെ നമുക്കൊന്ന് പഠിക്കാം. ഇതിൽ ഫസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആമുഖത്തിൽ ഇന്ത്യ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആയിരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ എവിടെയാണ് ഇങ്ങനെ ഇന്ത്യ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് പ്രഖ്യാപിക്കുന്നത്? ആമുഖത്തിൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ആമുഖവുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിൻറ്റ്സ്, അഡീഷണൽ പോയിൻറ്റ്സും കൂടെ ഞാൻ പറയാം. ഇപ്പോൾ നമ്മുടെ SCRT ടെക്സ്റ്റിലെ 9ാം ക്ലാസ്സിലെ പാഠത്തിൽ ആമുഖത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ആമുഖവുമായി ബന്ധപ്പെട്ട് കുറച്ചധികം പോയിൻറ്റ്സുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പിയാണ് പറഞ്ഞത്. അത് ആമുഖം എന്ന് ഇംഗ്ലീഷിൽ എന്താണ്? പ്രിയാമ്പിളാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഈ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ ആണ് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ ആണ് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13-നാണ്. അദ്ദേഹം ഈ ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ അവതരിപ്പിച്ചത്. അത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഒരു വർഷം, അതായത് ഒരു വർഷം എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ആണ് പറയുന്നത് 1946. പക്ഷേ ആ വർഷം അവസാനിക്കാറ് അതിൻ്റെ ഡിസംബർ 13-നാണ്. 1946 ഡിസംബർ 13-നാണ്.
ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ ആമുഖം കടം കൊണ്ടിരിക്കുന്നത്? USA നിന്നാണ്. ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ ആമുഖം പ്രിയാമ്പിൾ കടം കൊണ്ടിട്ടുള്ളത് USA നിന്നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മനസ്സാക്ഷി എന്നറിയപ്പെടുന്നത് ആമുഖം തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മനസ്സാക്ഷി എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. ഈ ആമുഖത്തെ പല രീതിയിൽ പല നേതാക്കൾ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് ഓർത്തു വെക്കണം. ഇനി ഭരണഘടനയുടെ താക്കോൽ, ആത്മാവ്, തിരിച്ചറിയൽ കാർഡ് എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നതെല്ലാം തന്നെ ആമുഖത്തെയാണ്. അപ്പോൾ എന്തെല്ലാം പറഞ്ഞു? ഇന്ത്യൻ ഭരണഘടനയുടെ മനസ്സാക്ഷി എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഭരണഘടനയുടെ താക്കോല്, ആത്മാവ്, തിരിച്ചറിയൽ കാർഡ് എന്നിങ്ങനെയെല്ലാം ആമുഖം അറിയപ്പെടുന്നുണ്ട്. ആമുഖം ആരംഭിക്കുന്നത് നാം ഭാരതത്തിലെ ജനങ്ങൾ എന്ന പദത്തിലൂടെയാണ് ആമുഖം ആരംഭിക്കുന്നത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് ആമുഖം ആരംഭിക്കുന്നത്. ആമുഖം അനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ആമുഖത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ നമ്മൾ ഭേദഗതി വരുത്തിയിട്ടുള്ളൂ. ആമുഖത്തിൽ ഭേദഗതി വരുത്തിയ വർഷം 1976 1976 42-ാം ഭേദഗതി പ്രകാരമാണ് ആമുഖത്തിൽ ഭേദഗതി വരുത്തിയിട്ടുള്ളത്. ആമുഖത്തിൽ ഒരൊറ്റ തവണ മാത്രമേ ഭേദഗതി വരുത്തിയിട്ടുള്ളൂ. അതെപ്പോഴാണ്? 1976 ഏത് ഭേദഗതിയാണ്? 42-ാം ഭേദഗതി. 1976. അതുപോലെ തന്നെ ഒറ്റ മാത്രമാണ് ആമുഖത്തിൽ ഭേദഗതി വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. കാരണം എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹം അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ് എന്ത്? ഈ ആമുഖമായി മാറിയത്. പിന്നെ ഈ ലക്ഷ്യപ്രമേയം അദ്ദേഹം അവതരിപ്പിച്ച എന്നാണ്? 1946 ഡിസംബർ 13-നാണ്. ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ ആമുഖം കടം കൊണ്ടിട്ടുള്ളത്? USA നിന്നാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ മനസ്സാക്ഷി, താക്കോൽ, ആത്മാവ്, തിരിച്ചറിയൽ കാർഡ് എന്നിങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ആമുഖത്തെ തന്നെയാണ്. ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? നാം ഭാരതത്തിലെ ജനങ്ങൾ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് അല്ലേ. അതുപോലെ തന്നെ ആമുഖം അനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. അതുപോലെ ആമുഖം ഒരൊറ്റ പ്രാവശ്യം മാത്രമാണ് ഭേദഗതി വരുത്തിയിട്ടുള്ളത്. ആമുഖത്തിൽ ഭേദഗതി വരുത്തിയ വർഷമാണ് 1976. ഏത് ഭേദഗതിയാണെന്ന് ഓർത്തു വയ്ക്കുക? 42-ാം ഭേദഗതി പ്രകാരമാണ്. ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി, ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42-ാം ഭരണഘടനാ ഭേദഗതി. ഈ 42-ാം ഭരണഘടനാ ഭേദഗതി എന്താണ്? ആമുഖത്തിൽ വരുത്തിയ ഭേദഗതിയാണ് എന്ത്? ഈ 42-ാം ഭേദഗതി. അപ്പോൾ ഈ 42-ാം ഭേദഗതിയാണ് എന്തെന്നറിയപ്പെടുന്നത്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ചെറു ഭരണഘടന എന്നിങ്ങനെ അറിയപ്പെടുന്നത്. ഈ 42-ാം ഭേദഗതി വഴിയായി ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത് ചില വാക്കുകളാണ് പറയുന്നത്. 3 വാക്കുകളാണ്: സോഷ്യലിസ്റ്റ്, മതേതരത്വം, അവിഭാജ്യത. 42-ാം ഭേദഗതി വഴിയായി ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകളാണ് സോഷ്യലിസ്റ്റ്, മതേതരത്വം, അവിഭാജ്യത എന്നത്. 42-ാം ഭേദഗതി വഴിയായി ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകളാണ് 3 വാക്കുകളാണ്. ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റ്, മതേതരത്വം, അവിഭാജ്യത. സോഷ്യലിസ്റ്റ്, മതേതരത്വം, അവിഭാജ്യത. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് കേസിലാണ്? ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് കേസിലാണ്? കേശവാനന്ദ ഭാരതി കേസിലാണ്. അപ്പോൾ ഏത് കേസ് ഓർത്ത് വെക്കുക? ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് കേശവാനന്ദ ഭാരതി കേസിലാണ്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടകം എന്ന ആശയം സുപ്രീം കോടതി, അതായത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടകം എന്നാണ് പറഞ്ഞത്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്നത് ഏത് കേസിലാണ്? കേശവാനന്ദ ഭാരതി കേസിലാണ്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന, ബേസിക് സ്ട്രക്ചർ എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്നത് ഏത് കേസിലാണ്? കേശവാനന്ദ ഭാരതി കേസിലാണ്. അപ്പോൾ ഈ കേശവാനന്ദ ഭാരതി കേസിൽ തന്നെയാണ് എന്ത്? ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് പ്രഖ്യാപിച്ചത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ ആമുഖത്തെ പല രീതിയിൽ വിശേഷിപ്പിച്ച ആ മഹത്തായ വ്യക്തികളുടെ പേരുകളും നമുക്ക് പരിചയപ്പെടാം. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? KM മുൻഷിയാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് NA പൽക്കിവാലയാണ്. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് NA
പൽക്കിവാലയാണ്. ഭരണഘടനയുടെ താക്കോൽ എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കറാണ്. ഭരണഘടനയുടെ താക്കോൽ എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കറാണ്. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് N.A. പൽക്കിവാലയാണ്. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് N.A. പൽക്കിവാലയാണ്. ഭരണഘടനയുടെ താക്കോൽ എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് തക്കൂർദാസ് ഭാർഗവ്. ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ എന്നിങ്ങനെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഭയങ്കരമായിട്ടൊരു കൺഫ്യൂഷൻ തോന്നുന്നൊരു ഭാഗമാണ്. ഒന്നുകൂടെ പറയാം. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് K.M. മുൻഷിയാണ്. രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിച്ചത് K.M. മുൻഷിയാണ്. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് N.A. പൽക്കിവാലയാണ്. N.A. പൽക്കിവാലയാണ് തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത്. ഭരണഘടനയുടെ താക്കോൽ എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കറാണ്. ഇനി ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവാണ്. താക്കൂർദാസ് ഭാർഗവാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത്. അടുത്തത് ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ എന്നിങ്ങനെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ എന്നിങ്ങനെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഇനി ഒരു അഡീഷണൽ ആയിട്ട് കുറച്ച് പോയിന്റ് കൂടെ പറയാം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26-ആണ്. ദേശീയ നിയമദിനമായി ആചരിക്കുന്നത് നവംബർ 26. ദേശീയ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ 26. ഭരണഘടനാ ദിനവും ദേശീയ നിയമദിനവുമായി ആചരിക്കുന്നത് ഏതാണ്? നവംബർ 26-ആണ്. ഇന്ത്യ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത് ജനുവരി 26-ആണ്. അപ്പോൾ ഏതൊക്കെയാണ്? ദേശീയ നിയമദിനം നവംബർ 26, ദേശീയ ഭരണഘടനാ ദിനം നവംബർ 26, ഇന്ത്യ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത് ജനുവരി 26-ആണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-ആണ്. ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26-ആണ്. റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത് ജനുവരി 26-ആണ്. ദേശീയ നിയമദിനമായി ആചരിക്കുന്നത് നവംബർ 26-ആണ്. നവംബർ 26-ആണ് ദേശീയ നിയമദിനം. അതുപോലെ തന്നെ ദേശീയ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നതും നവംബർ 26-ആണ്. ഭരണഘടന തയ്യാറാക്കാനെടുത്ത ഒരു വർഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ 2 വർഷം 11 മാസം 18 ദിവസമാണ്. എന്നാൽ PSCയുടെ ഉത്തരപ്രകാരം 17 ദിവസം എന്നാണ്. 18 ദിവസം എന്നുള്ളതിന് 17 ദിവസമാണ്. 2 വർഷം 11 മാസം 17 ദിവസം എന്നാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ് ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടനയുടെ നക്കൽ തയ്യാറാക്കിയത് BN റാവു ആണ്. ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസിൻ്റെയാണ്. നന്ദലാൽ ബോസിൻ്റെ കുറേ ചിത്രങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് ആണ്. ഭരണഘടനയുടെ നക്കൽ തയ്യാറാക്കിയത് BN റാവു ആണ്. ആർട്ടിക്കിൾ 1 അനുസരിച്ച് ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആകുന്നു. എന്താണ്? ആർട്ടിക്കിൾ 1 അനുസരിച്ച് ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആകുന്നു. അപ്പോൾ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ഏതിലാണ്? ആർട്ടിക്കിൾ 1 പറയുന്നത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. അതുപോലെ തന്നെ പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 3. പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണവുമായി പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 3. ഇന്ത്യൻ ഭരണഘടനയുടെ സ്വഭാവം ക്വാസി ഫെഡറലാണ്. അതായത് ക്വാസി ഫെഡറലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സ്വഭാവം എന്ന് പറയുന്നത്. ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കുന്നതിന് അധികാരമുള്ളത് ആർക്കാണ്? പാർലമെൻറ്റിനാണ്. ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കാൻ അധികാരമുള്ളത് പാർലമെൻറ്റിനാണ്. ഇനി ഈ 1948 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷൻ, അതായത് ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷനാണ്. അതിൻ്റെ അധ്യക്ഷൻ SK ദർ ആണ്. 1948 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ SK ദർ ആണ്.
എന്നാൽ 1948 ഡിസംബറിൽ കോൺഗ്രസ് നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷൻ എന്ന് പറയുന്നത് JVP കമ്മിറ്റിയാണ്. അതിൽ JVP കമ്മിറ്റിയിൽ പ്രധാന അംഗങ്ങളെന്ന് പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ തന്നെ JVP ആണ്, V വല്ലഭായ് പട്ടേലാണ്, P പട്ടാഭി സീതാരാമയ്യാണ്. അപ്പോൾ ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ എന്നിവരുടെ ആദ്യ അക്ഷരങ്ങൾ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ള JVP കമ്മിറ്റിയാണ്. അത് കോൺഗ്രസ് ആണ്. 1948 ഡിസംബറിൽ കോൺഗ്രസ് നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷനാണ്. അപ്പോൾ എന്താണ്, ഈ ഭാഷയുടെ അടിസ്ഥാനത്തിലൊക്കെ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ശക്തമായപ്പോൾ നിയമിച്ചതാണ്. കോൺഗ്രസ് നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷനാണ് JVP കമ്മിറ്റി. 1948 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷൻ. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷൻ അതിൻ്റെ അധ്യക്ഷൻ ആരാണ്? SK ദർ ആണ്. ഇനി ഭാഷാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്ര സംസ്ഥാനം. നമ്മൾ വേറൊരു പാഠം പഠിച്ചപ്പോൾ അത് പറഞ്ഞിരുന്നു. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്ര സംസ്ഥാനമാണ്. ആ ക്ലാസ് കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ആന്ധ്ര സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച് മരണപ്പെട്ട വ്യക്തി പോറ്റി ശ്രീ രാമല്ലു ആണ്. ഈ ആന്ധ്ര സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച് മരണപ്പെട്ട വ്യക്തിയാണ് പോറ്റി ശ്രീ രാമല്ലു. അതുപോലെ ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫസൽ അലിയാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ഫസൽ അലിയാണ്. ഇനി ഈ ടെക്സ്റ്റ് ബുക്കിൽ മൗലിക അവകാശങ്ങളെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണ് മൗലിക അവകാശങ്ങൾ? പാർട്ട് 3യിലാണ് മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 12 തൊട്ട് 35 വരെയും മൗലിക അവകാശങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 12 തൊട്ട് 35 വരെ എന്താണ്? മൗലിക അവകാശങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് USA നിന്നാണ്. അപ്പോൾ ആമുഖം എവിടെ നിന്ന് തന്നെയാണ്? USA നിന്ന് തന്നെയാണ്. അതുപോലെ മൗലിക അവകാശങ്ങൾ USA നിന്ന് തന്നെയാണ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട, ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെ അറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട അഥവാ അല്ലെങ്കിൽ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെ അറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര തരത്തിലുള്ള മൗലികാവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്? 7 ആയിരുന്നു. നിലവിൽ വന്ന സമയത്തെ കാര്യമാണ് പറയുന്നത്. എന്നാൽ ഇന്ന് മൗലികാവകാശങ്ങൾ ഇപ്പോൾ എത്ര തരത്തിലുള്ള മൗലികാവകാശങ്ങളാണുള്ളത് ചോദിച്ചാൽ 6 എണ്ണമാണ്. 6 മൗലികാവകാശങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. മൗലികാവകാശമായിരുന്ന സ്വത്തവകാശം ഇപ്പോൾ മൗലിക അവകാശമല്ല. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ, അപ്പോൾ കുറച്ച് മൗലിക അവകാശങ്ങൾ തരും. താഴെ തന്നിരിക്കുന്നതിൽ മൗലിക അവകാശമല്ലാത്തത് ഏതാണെന്ന് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓപ്ഷനിൽ മിക്കവാറും കൊടുത്തിട്ടുണ്ടാവുക സ്വത്തവകാശവും പിന്നെയുള്ള മൗലിക അവകാശങ്ങളായിരിക്കും. അപ്പോൾ എന്താണ്, മുമ്പ് സ്വത്തവകാശം മൗലികാവകാശമായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്വത്തവകാശം ഒരു മൗലികാവകാശമല്ല, പകരം എന്താണ്, അതൊരു നിയമാവകാശമാണ്, ലീഗൽ റൈറ്റ് ആണ്. ഒരു മൗലികമായ അവകാശമല്ല ഇപ്പോൾ സ്വത്തവകാശം, അതെന്താണ്, ഒരു നിയമ അവകാശമാണ്. അപ്പോൾ എത്ര മൗലികാവകാശങ്ങളുണ്ട്? 6 മൗലികാവകാശങ്ങളുണ്ട്. മുമ്പ് 7 ആയിരുന്നു, കാരണം സ്വത്തവകാശം കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സ്വത്തവകാശം ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ല, പകരം എന്താണ്, ലീഗൽ റൈറ്റ്സ് ആണ്, നിയമപരമായ ഒരു അവകാശമാണ്. ഈ ഒരു ഭാഗത്ത് അണ്ടർലൈൻ ചെയ്ത ഭാഗം നോക്കി നോക്കുക. അതിൽ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. അപ്പോൾ ഏതാണ്, എപ്പോഴാണ് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്? 1928 അതിലെന്താണ്, ഈ റിപ്പോർട്ട് പ്രകാരം എന്താണ് പറയുന്നത്? ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക സമർപ്പിക്കേണ്ടായി. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകേണ്ട അവകാശങ്ങളെക്കുറിച്ച് പറയുന്ന റിപ്പോർട്ടായിരുന്നു എന്ത്? നെഹ്റു റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇത് എപ്പോഴാണ്? 1928. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. 6 മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന പ്രദാനം ചെയ്യുന്നത്. ഇനി ആ മൗലിക അവകാശങ്ങൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അതിൽ എന്തൊക്കെയാണ്? സമത്വത്തിനുള്ള അവകാശമുണ്ട്, അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്, ചൂഷണത്തിനെതിരായുള്ള അവകാശമുണ്ട്, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശമുണ്ട്, ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം. ഇങ്ങനെ 6 മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത്.
ഇനി ഇവിടെ ഈ ഒരു ഭാഗത്ത് പറയുന്നത് അംബേദ്കർ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ കുറിച്ചൊരു ചിത്രമാണ് കാണിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്താ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കർ. അപ്പോൾ ആരാണ് ഭരണഘടനാ ശില്പി? എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഭരണഘടനാ ശില്പി ആരാണ്? ഡോക്ടർ അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനാ ശില്പി. എന്നാൽ ആമുഖത്തിൻ്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ്? ബി.ആർ. അംബേദ്കർ ആണ്. ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി കൂടിയാണ് അദ്ദേഹം. ആധുനിക മനു, ആധുനിക ബുദ്ധൻ എന്നിങ്ങനെ അറിയപ്പെടുന്നു ആര് തന്നെയാണ്? ബി.ആർ. അംബേദ്കറിനെയാണ്. അപ്പം അദ്ദേഹം എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ? ഇന്ത്യൻ ഭരണഘടനാ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ്, ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി, ആധുനിക മനു, ആധുനിക ബുദ്ധൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ ബി.ആർ. അംബേദ്കർ ആണ്. ഈ ബി.ആർ. അംബേദ്കറെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം 3 വട്ടമേശ സമ്മേളനങ്ങളിലും 3ലും പങ്കെടുത്തിട്ടുണ്ട്. അംബേദ്കറെ കൂടാതെ ഒരു നേതാവും കൂടെ പങ്കെടുത്തിട്ടുണ്ട്. ആരാണ്? തേജ് ബഹദൂർ സപ്രു ആണ്. തേജ് ബഹദൂർ സപ്രു ആണ് അംബേദ്കറിനെ കൂടാതെ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്ത് പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടന ജനങ്ങൾക്ക് അനുവദിക്കുന്ന ചില സ്വാതന്ത്ര്യങ്ങളെ പറ്റിയാണ്. അതൊന്നും പറയാം. അതായത് മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഏതൊക്കെയാണ്? സംസാരത്തിനും ആശയ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം, ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതുകൂടാതെ സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിലെവിടെയും സഞ്ചരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിലെവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, ഏത് തൊഴിലും വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യം, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം, അതുപോലെ 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായി സംരക്ഷണം നൽകൽ. അപ്പോൾ ഇതിൽ ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യയും സംരക്ഷണം എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ഭരണഘടന അനുസരിച്ച് നിയമാനുസൃത നടപടിയിലൂടെ അല്ലാതെ ഒരു വ്യക്തിയുടെ ജീവനോ സ്വാതന്ത്ര്യമോ ഹനിക്കപ്പെടരുത്. ഈ ഒരു ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഈ അവകാശം അടിയന്തരാവസ്ഥ കാലത്ത് പോലും നിഷേധിക്കാൻ പാടില്ല. അതിലിപ്പോൾ നമ്മൾ കുറച്ച് സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച്, ഭരണഘടന നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. അതായത് ഈ മൗലികാവകാശങ്ങളിലാണ് എന്ത്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണെന്നാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു 6 കാര്യത്തിൻ്റെ അടുത്ത് വായിച്ച കാര്യങ്ങൾ അതാണ്. ഇനി ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യമുള്ള അവകാശം, അത് ഏത് ആർട്ടിക്കിളിലാണ് പെടുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു അവകാശമാണ്. അപ്പോൾ അത് ഏത് ആർട്ടിക്കിളാണെന്ന് ഓർത്ത് വയ്ക്കുക. 21-ാം അനുച്ഛേദമാണ്. 21-ാം അനുച്ഛേദം, 21-ാം ആർട്ടിക്കിളാണ് എന്ത്? ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അനുച്ഛേദം. 21 ആർട്ടിക്കിളാണ് മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത്. അതായത് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ അടിത്തറ, മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്ന് അറിയപ്പെടുന്നത് എന്താണ്? 21-ാം അനുച്ഛേദമാണ്. അതിൽ എന്താണ് പറയുന്നത്? ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ്. ഈ മൗലിക അവകാശങ്ങളിൽ ഈ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് ആർക്ക്? നമ്മൾ നേരത്തെ പറഞ്ഞു, ആർക്കാണ്? പാർലമെൻറ്റിനാണ്. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു അടിയന്തരാവസ്ഥ സമയത്തു പോലും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം. ഇവിടെ പറയുന്നുണ്ട് ഈ അവകാശം അടിയന്തരാവസ്ഥ കാലത്തും നിഷേധിക്കാൻ പാടില്ല. എന്താണ്? ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം. എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടിയന്തരാവസ്ഥ കാലത്ത് റദ്ദു ചെയ്യും. മൗലിക അവകാശങ്ങൾ അതാരാണ് റദ്ദു ചെയ്യുന്നത്? രാഷ്ട്രപതിയാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉടൻ രാഷ്ട്രപതിയുടെ ഇടപെടലില്ലാതെ തന്നെ സ്വാഭാവികമായി റദ്ദാക്കുന്ന മൗലിക അവകാശമാണ് അനുച്ഛേദം 19-ലെ 6 തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾ. നമ്മൾ കുറച്ച് സ്വാതന്ത്ര്യങ്ങൾ തന്നില്ലേ? ആ സ്വാതന്ത്ര്യങ്ങൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉടൻ രാഷ്ട്രപതിയുടെ ഇടപെടലില്ലാതെ തന്നെ സ്വാഭാവികമായി റദ്ദാവുന്ന മൗലിക അവകാശമാണെന്ത്? 6 തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾ. അതായത് നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി റദ്ദാക്കുന്നതാണ് ഈ അടിയന്തരാവസ്ഥ കാലത്ത്. അത് ഏതാണ്? അനുച്ഛേദം ആർട്ടിക്കിൾ 19 ആണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഇവിടെ വേറൊന്നും പറഞ്ഞില്ല. ആർട്ടിക്കിൾ 19, അതായത് ഈ മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഈ അടിയന്തരാവസ്ഥ കാലത്ത് രാഷ്ട്രപതിയുടെ ഇടപെടലില്ലാതെ തന്നെ റദ്ദ് ചെയ്യപ്പെടും. എന്നാൽ മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 21 അതിൽ എന്താണ് പറയുന്നത്? വ്യക്തിയുടെ ജീവനും അതേപോലെ ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിനും സംരക്ഷണമാണ് ആർട്ടിക്കിൾ 21 പെടുന്നത്. അതാണ് എന്ത്? മൗലിക അവകാശത്തിൻ്റെ അടിത്തറ എന്നറിയപ്പെടുന്നത്. ഇനി ഇവിടെ നെഹ്റുവിൻ്റെ വാക്കാണ്, അതൊന്ന് നോക്കാം.
ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്തെ ഗവൺമെൻറ്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്തിൽ അധിഷ്ഠിതമായല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ്. ഇത് ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ്. ആധുനിക ഇന്ത്യയുടെ ശില്പി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ആമുഖത്തിൻ്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ആധുനിക ഇന്ത്യയുടെ ശില്പി ചോദിച്ചു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു ആണ്. എന്നാൽ ഭരണഘടനയുടെ ശില്പി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഭരണഘടനയുടെ ശില്പി, ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്ന് പറഞ്ഞാൽ BR അംബേദ്കർ ആണ്. ആധുനിക ഇന്ത്യയുടെ ശില്പി ജവഹർലാൽ നെഹ്റു ആണ്. ഇവിടെ അണ്ടർലൈൻ ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കൂ. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ മൗലിക അവകാശങ്ങൾ വായിച്ചപ്പോൾ അതിൽ എഴുതുന്നുണ്ട് എന്ത്? സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശമെന്ന്. അപ്പോൾ എന്താണ്? ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതനുസരിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് താഴെ പറയുന്നവ ഉറപ്പുവരുത്തുന്നു. അതായത് അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം, മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം. ഇനി ഈ മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അവ പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങളും ഭരണഘടന തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അത് പരിഹരിക്കുന്നതിനുള്ള മാർഗവും എന്ത് തന്നെ ഉറപ്പ് നൽകുന്നുണ്ട്? ഭരണഘടന നൽകുന്നുണ്ട്. ഈ ഭരണഘടനയിൽ 6 മൗലിക അവകാശങ്ങളുണ്ട്. അതിൽ നമുക്ക് 6ാമത്തെ ഒരു മൗലികാവകാശത്തിൽ ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം പറയുന്നുണ്ട്. അതായത് 32ാം അനുച്ഛേദത്തിലെ ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്കിവിടെ ഒന്ന് വായിച്ചു നോക്കാം. അതായത് ഒരു വ്യക്തിക്ക് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ നേരിട്ട് സമീപിക്കാനുള്ള അവകാശമാണ് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. ഇപ്രകാരം മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ റിട്ടുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ എന്തിനാണ് കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്? ഈ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ഈ മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ എന്നറിയപ്പെടുന്നത്. അദ്ദേഹം ഇവിടെ ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശത്തെക്കുറിച്ച് ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞ വാക്കുകളെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം അതായത് ഏത് അവകാശമാണ്? ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഭരണഘടന പ്രതിവിധിക്കുള്ള ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശത്തെയാണ്. ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശത്തെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ചത്. നമ്മളിതിനു മുമ്പ് ആമുഖത്തെ പലരും വിശേഷിപ്പിച്ചത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ അംബേദ്കർ 32ാം അനുച്ഛേദമായ ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നതാണ് എന്ത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും. ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ്. അങ്ങനെ പറഞ്ഞത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ആർട്ടിക്കിൾ 32 ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശത്തെക്കുറിച്ചാണ് ഇവിടെ ഡോക്ടർ BR അംബേദ്കർ പറയുന്നത്. നേരത്തെ റിട്ടുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് മൗലിക അവകാശ സംരക്ഷണത്തിനായി 5 തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിപ്പിക്കാൻ സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും അധികാരമുണ്ട്. അപ്പോൾ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാനായിട്ടുള്ള അധികാരമുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെയാണ് റിട്ടുകൾ എന്നാണ് പറയുന്നത്. അതായത് ഹേബിയസ് കോർപ്പസ്, മണ്ടാമസ്, കോ വാറൻറ്റോ, പ്രൊഹിബിഷൻ, സെർഷ്യറി എന്നിവയാണ്. അപ്പോൾ ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ്, അതുപോലെ തന്നെ മണ്ടാമസ്, കോ വാറൻറ്റോ, സെറിഷ്വറി, അതുപോലെ തന്നെ പ്രൊഹിബിഷൻ എന്നിവയാണ്. ഇതിൽ സെർഷ്യോറ റേ എന്നാണ് കൊടുത്തിട്ടുള്ളത്. PSCയുടെ ബുക്കിൽ അത് സെറിഷ്വറി എന്നാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ്, മണ്ടാമസ്, കോ വാറൻറ്റോ, സെർഷ്യോറ റേ, പ്രൊഹിബിഷൻ എന്നിവയാണ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. കാരണം ഇതെന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം.
ഇതിൽ ആദ്യം പറയുന്ന ഈ ഹേബിയസ് കോർപ്പസ് എന്തുമായി ബന്ധപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് എന്ത് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് മാഗ്ന കാർട്ടയിലാണ്. ഹേബിയസ് കോർപ്പസ് എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ്? ലാറ്റിനാണ്. നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നർത്ഥം വരുന്ന റിട്ടാണ് ഇത്. നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. അടുത്തത് മൻഡാമസ്. മൻഡാമസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ടാണ്. മൻഡാമസ് എന്ന് പറഞ്ഞാൽ നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ടാണ്. സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ്. അതായത് സ്വന്തം കർത്തവ്യം നിർവഹിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാൾ ചെയ്യേണ്ട ഡ്യൂട്ടി അയാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് എന്ത്? മൻഡാമസ് എന്ന് പറയുന്നത്. അടുത്തത് കോവാറൻറ്റോ, അതായത് ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ടാണ്. അയാൾക്ക് അർഹതയില്ലാതെയാണ് അയാൾ ആ ഉദ്യോഗം വഹിക്കുന്നതിൽ അതിനെതിരെ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് എന്ത്? കോ വാറൻറ്റോ എന്ന് പറയുന്നത്. കോ വാറൻറ്റോ എന്ത് അധികാരം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് എന്ത് അധികാരമാണ് ഈ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ജോലി ചെയ്യാൻ എന്നുള്ളതാണ്. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയാനുള്ള റിട്ടാണ് കോ വാറൻറ്റോ. എന്ത് അധികാരം എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം. അടുത്തത് പ്രൊഹിബിഷനാണ്. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാരപരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്നുള്ള റിട്ടാണ് പ്രൊഹിബിഷൻ. അതായത് ഒരു കീഴ്ക്കോടതി തൻ്റെ അധികാരപരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ടാണ് എന്തെന്ന് പറയുന്നത്? പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. നിയമവിരുദ്ധവും നിയമരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. ഇനി സെറിഷ്യോറ്റി എന്ന് പറയുന്നത്. ഈ സെറിറ്റോറി എന്ന് പറഞ്ഞാൽ ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ്. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് എന്ത്? സെറിഷ്യോറി അഥവാ സെറിറ്റോറി എന്നൊക്കെ പറയുന്നത്. പ്രധാനമായിട്ട് ഈ റിട്ടുകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു വയ്ക്കുക. ഇതെന്താണ് ഇതിൽ പറയുന്നത്? ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം. മൻഡാമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാം കൽപ്പിക്കുന്നു. കോ വാറൻറ്റോ പറഞ്ഞാൽ എന്ത് അധികാരം. പ്രൊഹിബിഷൻ എന്താണ്? ഒരു കീഴ്ക്കോടതി തൻ്റെ അധികാരപരിധി ലംഘിക്കുകയാണെങ്കിൽ നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. അടുത്തത് എന്താണ്? സെറിറ്റോറി എന്ന് പറയുന്നത് എന്താണ്? ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ്. ഇനി ഇതിൽ പറയുന്നത് നിർദ്ദേശക തത്വങ്ങളാണ്. അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. അത് ഭരണഘടനയുടെ 4-ാം ഭാഗത്തിലാണ് പെടുന്നത്. ഭരണഘടനയുടെ 4-ാം ഭാഗത്തിലാണ് എന്ത്? ഈ നിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പെടുന്നത്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യം സ്പെയിനാണ്. നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന കൊണ്ടത് അയർലൻഡിൽ നിന്നാണ്. ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിട്ടുള്ള എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 4-ാം ഭാഗത്താണ്. പാർട്ട് 4-ലാണ്. അതിൽ 36 തൊട്ട് 51 വരെയുള്ള ആർട്ടിക്കിളാണ് എന്ത്? ഈ നിർദ്ദേശക തത്വങ്ങളിൽ പ്രധാനമായിട്ട് പറയുന്നത്. ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുകയാണ് നിർദ്ദേശ തത്വങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുകയാണ് നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് എന്ത്? ഈ നിർദ്ദേശക തത്വങ്ങൾ. അതിൽ 4-ാം ഭാഗം ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ ഭാഗമാണ് ഈ 4-ാം ഭാഗം എന്ന് പറയുന്നത്. ഗാന്ധിയൻ, സോഷ്യലിസ്റ്റ്, ലിബറൽ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നത് നിർദ്ദേശക തത്വങ്ങളെയാണ്. ഗാന്ധിയൻ, സോഷ്യലിസ്റ്റ്, ലിബറൽ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നത് നിർദ്ദേശക തത്വങ്ങളെ തന്നെയാണ്. അപ്പോൾ ഈ നിർദ്ദേശക തത്വങ്ങളിൽ പ്രധാനമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. നമുക്കത് എന്താണെന്നൊന്ന് വായിക്കാം. അതിൽ പറയുന്നത് സൗജന്യ നിയമസഹായം, സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കൽ, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തൽ. ഇതിൽ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു കുറച്ച് ഇനം നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൽ സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അത് 39D ആണ്. അത് ഏതാണ്? 39D ആണ്. അതുപോലെ തന്നെ തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായം നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 39A ആണ്. അതേതാണ്? തുല്യ നിയമവും അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് തുല്യനീതിയും സൗജന്യ നിയമസഹായവും തുല്യനീതി
നീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 39A എന്ന് പറയുന്നത്. അതുപോലെ ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 40. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 44. ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക സംസ്ഥാനം ഗോവയാണ്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 45 ആർട്ടിക്കിൾ 45. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് അനുശാസിക്കുന്ന വകുപ്പാണ് എന്ത്? അനുച്ഛേദം 4(5). മദ്യനിരോധനം നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 47. ഗോവധ നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 4 ആണ്. അതുപോലെ ഗോവധ നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 48 ആണ്. ഗോവധ നിരോധന നിയമം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് സ്റ്റേറ്റിൻ്റെ കടമയാണെന്ന് നിർദ്ദേശിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 48A ആണ്. അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കാൻ അനുശാസിക്കുന്ന വകുപ്പ് 51 അനുച്ഛേദമാണ്. നീതിന്യായ വിഭാഗത്തെ ജുഡീഷ്യറി, അതുപോലെ തന്നെ കാര്യനിർവഹണം നീതിന്യായ വിഭാഗത്തെ ജുഡീഷ്യറി, കാര്യനിർവഹണ വിഭാഗത്തെ എക്സിക്യൂട്ടീവ് വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 50. അനുച്ഛേദം 50 എന്ന് പറയുന്നത് നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കുന്നതാണ്. അതായത് ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് എന്ത്? അനുച്ഛേദം 50. നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 50. അതുപോലെ നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ നമുക്ക് അഡീഷണൽ പോയിന്റുകളായിട്ടൊന്ന് പറയാനുള്ളത്. ഈ നിർദ്ദേശക തത്വങ്ങളിൽ ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ വിഭാഗമാണ് ഈ 4ാം ഭാഗം. അതായത് ഈ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞു. അതിൽ ഈ ക്ഷേമരാഷ്ട്രം എന്ന സങ്കല്പം എന്താണെന്ന് വായിക്കാം. ഗാന്ധിജിയുടെയാണ്, അദ്ദേഹത്തിൻ്റെയാണ് ക്ഷേമരാഷ്ട്രം എന്ന സങ്കല്പം. എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമാക്കി നയങ്ങൾ ആവിഷ്കരിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന രാഷ്ട്രമാണ് ക്ഷേമരാഷ്ട്രം. ക്ഷേമരാഷ്ട്രങ്ങൾ ജനങ്ങളുടെ സർവോന്മുഖമായ ഉന്നമനം ലക്ഷ്യമിട്ട് ജനങ്ങൾക്ക് സംരക്ഷണവും സേവനവും ലഭ്യമാക്കുന്നു. പൊതുവിഭവങ്ങളുടെ വിതരണം, വിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം എന്നിവ ക്ഷേമരാഷ്ട്രം ഉറപ്പുവരുത്തുന്നു. അപ്പോൾ ഗാന്ധിജിയുടെ സങ്കല്പമാണ് എന്ത്? ക്ഷേമരാഷ്ട്രം എന്ന്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ പലതും നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവയിൽ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ, കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ, ലഹരി വസ്തുക്കളുടെ നിരോധനം, ഇതൊക്കെ എന്താണ്? ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങളാണ്. അവകാശ സംരക്ഷണത്തിനായിട്ടുള്ള മൗലിക അവകാശങ്ങൾക്കും ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുന്നതിനുമായുള്ള നിർദ്ദേശക തത്വങ്ങളും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. മൗലികാവകാശങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ സാക്ഷാത്കരിക്കണമെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ കൂടി നടപ്പിലാക്കേണ്ടതുണ്ട്. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താനും മെച്ചപ്പെടുത്താനും സഹായകമായ മാനദണ്ഡങ്ങൾ എന്ന നിലയിൽ നിർദ്ദേശക തത്വങ്ങളുടെ പ്രാധാന്യം ആർക്കും നിഷേധിക്കാനാവില്ല. ഇതിൽ പറയുന്നത് മൗലിക കടമകളെ കുറിച്ചാണ്. അതായത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മൗലിക കർത്തവ്യങ്ങൾ, മൗലിക അവകാശങ്ങൾ മാത്രമല്ല നമുക്കുള്ളത്. എന്താണ്? മൗലികമായ കടമകളുണ്ട്. ഒരു രാജ്യത്തോട് ഒരു പൗരൻ കാണിക്കേണ്ട ഒരുപാട് കടമകളെ കുറിച്ചാണ് പറയുന്നത്. അത് ഏത് ഭാഗത്താണ്? ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭാഗം 4 A ആണ്. ഭാഗം 4 A ആണ്. ഭാഗം 4 എന്ത്? നിർദ്ദേശക തത്വങ്ങൾ. ഈ ഭാഗം 4 Aയിലാണ് എന്ത്? മൗലിക കടമകളെ കുറിച്ച് പറയുന്നത്. ഭരണഘടനയുടെ ഭാഗം 4 Aയിലാണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതിൽ ഈ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഈ മൗലിക കടമകളെ കുറിച്ചിട്ട് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണെന്ത്? 42ാം ഭരണഘടനാ ഭേദഗതി. ഈ 42ാം ഭരണഘടനാ ഭേദഗതി നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നെന്ന് പറഞ്ഞു? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി ഏതാണ്? 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. അതെന്താണ്? ആമുഖത്തിൽ ഭേദഗതി വരുത്തിയ ഇതാണ് എന്ത്? 42ാം ഭേദഗതി പ്രകാരം. അതായത് ഇന്ത്യയിൽ കുറച്ച് വേർഡ്സ് കൂട്ടിച്ചേർത്തെന്ന് നമ്മൾ വായിച്ചിരുന്നു. 3 വാക്കുകൾ: സോഷ്യലിസ്റ്റ്, മതേതരത്വം, അവിഭാജ്യത്വം. അപ്പോൾ ഈ 42ാം ഭരണഘടനാ ഭേദഗതിയാണ് എന്തെന്ന്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. ആമുഖത്തിൽ ഭേദഗതി വരുത്തിയ വർഷം ഏതാണ്? 1976 ആണ്. ഇവിടെ ഇതേപോലെ തന്നെ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് എന്ത്? 42ാം ഭേദഗതി. 1976 42ാം ഭേദഗതി. ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് മൗലിക കടമകൾ ഉൾപ്പെട്ടിരിക്കുന്നത്? ഭാഗം
4 എയിലാണ്. ഈ മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഭരണഘടനാ വകുപ്പ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുച്ഛേദം 51A ആണ്. ഭരണഘടനാ വകുപ്പ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ചോദിച്ചാൽ അനുച്ഛേദം 51A ആണ്. ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്? സ്വരൻ സിംഗ് കമ്മിറ്റിയുടെയാണ്. ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തിയത്? സ്വരൻ സിംഗ് കമ്മിറ്റിയാണ്. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ഏത് രാജ്യത്തെ അനുകരിച്ചാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ, അതായത് ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൂട്ടിച്ചേർത്തത്? റഷ്യയുടെയാണ്, USSRൻ്റെയാണ്. ഏത് രാജ്യത്തെ അനുകരിച്ചാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ കൂട്ടിച്ചേർത്ത് വെച്ചാൽ റഷ്യയാണ്. USSRൻ്റെ ആ ഒരു മൗലിക കടമകളാണ് നമ്മളെന്താ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. 42ാമത്തെ ഭരണഘടനാ ഭേദഗതി വഴിയായി എത്ര മൗലിക കടമകളാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? 10 മൗലിക അവകാശങ്ങൾ എത്രയാണ്? 6. മൗലിക കടമകൾ എത്രയാണ്? 10. എത്ര മൗലിക കടമകളാണ് ഭരണഘടനയിൽ ഇപ്പോഴുള്ളത്? 11 മൗലിക കടമകളാണ്. 11ാമത് മൗലിക കടമ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതി വഴിയാണ്? 86ാം ഭേദഗതി വഴിയാണ്. അപ്പോൾ ഇപ്പോഴെത്ര എണ്ണമുണ്ട്? 11 മൗലിക കടമകളുണ്ട്. അതിൽ ഈ 11ാമത്തെ മൗലിക കടമ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് 86ാമത്തെ ഭേദഗതിയാണ്. അതെന്താണ് പറയുന്നത്? 86 വയസ്സ് മുതൽ 86ാം ഭേദഗതിയാണ്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയായി കൂട്ടിച്ചേർത്തു. 10 മൗലിക കടമയാണ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ 11 എണ്ണമുണ്ട്. അത് ഏത് ഭേദഗതി വഴിയാണ് കൂട്ടിച്ചേർത്തത്? 86ാം ഭേദഗതി വഴിയാണ്. അതിൽ 11ാമത്തെ മൗലിക കടമ എന്ന് പറയുന്നത് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയായി കൂട്ടിച്ചേർത്തു. നിർദ്ദേശക തത്വങ്ങളെപ്പോലെ തന്നെ മൗലിക കടമകളും കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ ഈ ഒരു പാഠവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് അഡീഷണൽ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. അത്രയും പഠിച്ചിരിക്കുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരം തന്നെയാണ്. കേട്ടിട്ട് എഴുതുന്നവർക്കായാലും HSAക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കായാലും അതുപോലെ തന്നെ PSCയുടെ ഏത് മത്സര പരീക്ഷ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്കായാലും തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ കുറേ ഭാഗങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, കുറേ കാര്യങ്ങൾ ഇനിയും പറയാൻ കിടക്കുന്നുണ്ട്. എങ്കിലും അതായത് ഈ രാഷ്ട്രപതിയെക്കുറിച്ചിട്ടും പ്രധാനമന്ത്രിയെക്കുറിച്ചൊക്കെ ആ ഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അത് നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ തന്നെ നന്നായി പഠിച്ചു വെക്കുക. ഈ ഒരു പാഠവുമായി ബന്ധപ്പെട്ട് വരുന്ന അഡീഷണൽ പോയിൻറ്റ്സ് ആണ് ഞാൻ കൂട്ടിച്ചേർത്തത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ നന്നായി പഠിക്കുക. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ശുഭഭാവി നേരുന്നു. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്